यहाँ उपस्थित करने वाले हमारे कार्यकारिणी समिति के सदस्य, केरल हिंदी प्रचार सभा के प्रमाणित प्रचारक भाई और बहनों, मेरा नाम प्रेम कुमार है। मैं कार्यकारिणी समिति के सदस्य हूँ। अभी मैं आपके सामने लिपि के बारे में कुछ बात बताना चाहता हूँ। इसके पहले लिपि पहले चित्रलिपि और ध्वनि लिपि के दो विभाग होते थे। आज हम लिपि के बारे में बताना चाहता हूँ। पहले कितना है, कितना होता है, बोलिए। जोर से बोलिए। वर्णमाला, क्या कोई संदेह है आपको? मेरे संशय था 53 PSC ചിലപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ 52 കാണുള്ളൂ. 53 അക്ഷരങ്ങളാണ്. ഞാൻ ഓരോന്നും പറയാം, ഒരു ഗ്രൂപ്പിൽ എത്രയാണെന്നുള്ളത് പറയാം. നോക്കൂ, ഇപ്പൊ ഈ കൂട്ടി നോക്കിയ 52 കാണുന്നുള്ളൂ, 53 കാണുന്നില്ല. സ്വരം 11, വ്യഞ്ജൻ 33. എല്ലാവർക്കും അറിയാം, സ്വരവ്യഞ്ജനം അറിയാം. അയോഗ്യ മാത്രം 2, ഉച്ഛിത്ത 2 സംയുക്താക്ഷരങ്ങൾ. സംയുക്താക്ഷരം നമ്മൾ അറിയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അറിയുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഇത് രണ്ടും ഈ രണ്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പലരും അതിൻ്റെ ആ വിഭാഗം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഫോൺ നമ്പറിലാണ് പോട്ടെ കണ്ടുപിടിക്കാൻ പാടാം. ഭാരത് ഫ എന്ന ഉച്ചാരണമുണ്ട്. ഫ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകുന്നതാണ്. തെറ്റുവരാൻ സാധ്യതയുള്ള അക്ഷരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫ എന്ന് പറയുന്നത്
ഇതിന്റെ ഉച്ചാരണം ഫ എന്നല്ല, ഫ എന്നാണ്. ഫ, ഫൽ, ഫൂൽ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. ഫ നമ്മൾ പറയുന്നതും എഴുതുന്നതും ഒക്കെ മലയാളത്തിലെ ഉച്ചാരണം വരുന്നത് വ എന്ന് പറയും. ഇത് അയിനക്കല്ല, ഏനക്ക്, ഔരത്തല്ല, ഓര. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും നമ്മുടെ ഹിന്ദി ഭാഷയെ മിക്കവാറുള്ള ആളുകൾ ഒന്ന് കൊലപിടിക്കുകയാണ് ചെയ്യുന്നത്. ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. ഉച്ചാരണ ശുദ്ധിയോടാണ്. നമുക്ക് എല്ലാവർക്കും അത് കഴിയുന്നതാണ്. കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാരും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വയസ്സുകാരായിട്ട് നമ്മൾ ആരും തരാം. വൈകിട്ട് 6 മണിക്ക് TV ഓൺ ചെയ്താൽ നമ്മൾ 12 മണിക്ക് TV ഓഫ് ചെയ്ത് കൊടുക്കും. മലയാള പരിപാടി അല്ലാതെ വേറെ ഒരു പരിപാടി നമ്മൾ കാണുന്ന പ്രശ്നമേ ഇല്ല. പിള്ളേരാരെങ്കിലും വന്ന് നമ്മൾ അയച്ചുകൊണ്ടിരിക്കും. മക്കളാരെങ്കിലും വന്ന് ഇന്ന് കാർട്ടൂൺ കാണണമെന്നോ മറ്റെന്തെങ്കിലും കാണണോ, സീരിയലിന്റെ അടുത്ത് നമ്മൾ മാറത്തില്ല. എത്ര കുഞ്ഞു കുട്ടികളെയും നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ എഴുതിയതുപോലൊന്നുമല്ല, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, നമ്മുടെ ഗ എന്ന് പറയുന്ന അക്ഷരം സംശയമില്ലല്ലോ. ഗ ഗി എഴുതുമ്പോ ഇത് ഞാൻ എവിടെ കൊണ്ട് നിർത്തണം? ഈ വര ഞാൻ എവിടെ കൊണ്ട് നിർത്തണം? ഇവിടെ നിർത്തണോ ഇപ്പുറത്ത് നിർത്തണോ? ആണല്ലോ, ശരിയാണല്ലോ, സംശയമില്ലല്ലോ. അടുത്ത ജി എഴുതുമ്പോ ഇതെവിടെ നിർത്തണം? ഇവിടെ അല്ലെ? വ്യക്തി അടുത്ത ക്ലാസ് കവിതയെ സംബന്ധിച്ചുള്ളതാണ്. എടുക്കാനായിട്ട് പ്രൊഫസർ ഡോക്ടർ നെൽസൺ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്വാഗതം ക്ഷണിക്കുന്നു. मैं सोचता हूँ सब आप सब लोग शादी में लोग मान से थके हुए सब कुछ हमारे है या नहीं समझे। मुश्किल की बात नहीं है कि केवल आधे घंटे से मैं इस पर कविता के बारे में पढ़ा। कविता क्या है? सबसे पहले हमें सोचने की बात है कविता क्या है? कौन कह सकता है कविता क्या है? कविता क्या है? अनेक लोगों ने कहा कि कविता क्या है, अंग्रेजी लोग, हिंदी लोग, मलयाली लोग, सब क्या है, फिर भी आप क्या है? Spontaneous or powerful feelings. इसने कहा ऐसा, इसने कहा बैठ सुन लेना। कविता एक स्वाभाविक प्रक्रिया है जो मन से अनजाने ही बाहर आती है। Powerful feelings. മലയാളം ശക്തിയുറ്റ വികാരങ്ങളുടെ സ്വച്ഛന്തമായ കവിമൊഴികളാണ് കവിത. അത് മൊഴികയാണ്. മലയാളത്തിൽ തലമുടിയാം. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത ഒരാവഴി ഇങ്ങനെ തനിച്ച് ഞാൻ നിന്നു. ആരുടേതാണത്? ആരുടെ വരിയാണത്? ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത ഒരാവഴി ഇങ്ങനെ തനിച്ച് ഞാൻ നിന്നു.
മഹാകവി ശങ്കരക്കുറുപ്പ് ഈ ജീവിതത്തിന്റെ അങ്ങേയറ്റവും നടന്നു നോക്കി അളന്ന് കണ്ടിട്ടാണോ എത്തിയത്? അല്ലേ അല്ല. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത അത് നാച്ചുറലായിട്ടൊക്കെ ഒരു ഓവർഫ്ലോ അവിടെയാണ്. അത് സ്വാഭാവികമാണ്. അതൊക്കെ വൃത്തം അലങ്കാരം കവിയൊക്കെ ഏത് വൃത്തത്തിൽ ഏത് അലങ്കാരത്തിൽ വേണമെന്ന് കരുതിക്കൊണ്ട് ഒരു കവി എഴുതാറില്ല. ആ നാച്ചുറൽ പ്രോസസ് വരികയാണ് കവിത. പക്ഷേ കവിത പഠിപ്പിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി എനിക്ക് പഠിപ്പിക്കേണ്ടി വരികയാണ്. കവിത പഠിപ്പിക്കുമ്പോൾ കവിത സബ്സെപ്പയിലെ യാത് തന്നെ ബാധിക്കായ ഏറ്റവും ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കവി की भावना, कवि के बारे में जानना है, फिर कविता के बारे. കവി എന്താണ് ആ കവിയുടെ കാഴ്ചപ്പാട്, എന്താണ് ആ കവിതയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും അറിയാതെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും. ബിഹാരി ഗുരു अपने ये गोविंद बंगाली गुरु अब ईश्वर दोनों मेरे सामने खड़े हो जाते हैं तो मैं सबसे पहले किसके पूछूं? गुरु. यहाँ गुरु है या ईश्वर है? बड़ा वाला गुरु. अच्छा, ईश्वर नहीं, मैं कहता हूँ ईश्वर ही बड़ा है. ईश्वर की महिमा के बारे में उन्होंने बताया. उन्होंने क्या बताया? सबसे पहले मायम ईश्वर के पैरों पर पड़ो. क्यों? അവിടെയാണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥം എല്ലായിടവും തെറ്റിക്കുന്നുണ്ട്. അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ പ്രഗത്ഭരായ കോളേജ് അധ്യാപകരാണ് എല്ലാവരും. അവിടെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഗുരുവിൻ്റെ മഹിമയാണ് പറയുന്നത്. ഞാൻ മാത്രം സമർത്ഥിച്ചു, അല്ലേ അല്ല, ഈശ്വരന്റെ മഹിമ. നമുക്ക് ആലോചിക്കാം. അതാണല്ലോ ആലാപന അമൃതമാണ് കവിത. ഗുരുവും ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്പം എന്നെ വളർത്തുന്നതാക്കി കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നായയാണെന്ന് പറയാമോ? അത് ആലോചിച്ച് നോക്കൂ. സ്നേഹത്തിന്റെ ഭാഗമാണ്. അതാണ് എനിക്ക് അവരുടെ വീട് കാണിച്ചിട്ടുള്ളത്. അതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് അതുകൊണ്ടുള്ളത് ആ പട്ടി ചായത്തിന് എനിക്ക് ഈ വീട് കാണാൻ കഴിയില്ലായിരുന്നു. പട്ടി ഒന്നും തോന്നരുത്. ഗുരുവുള്ളത് കൊണ്ടാണ് എനിക്ക് ആരെ അറിയാൻ കഴിഞ്ഞത്? ഈശ്വരനെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കബീർദാസ് പറയുന്നത് അവിടെ ഗുരുമഹിമ ഉണ്ട്, അതിനേക്കാൾ കൂടുതൽ ईश्वर की महिमा के बारे में भी कबीरदास ने वहां बताया है. और अपने ईश्वर काल मेरे सो हट गए, आज मेरे सो अब अली में बड़े करता ये करिए हम कबीरदास ने अले इतना दे हमारे ഇന്ന് ചെയ്യേണ്ടത് കൊടുത്തു. ആദ്യം करने वाला कार्य अब गए, अब करने कल करने वाला कार्य आज गए, आज करने वाला कार्य अब गए. क्यों? बाद में वो ट्राई करेगा आसानी वाला होता है. अब यह का बाइबल ईसाइयों के बीच बाइबल का जो स्थान है पाकिस्तान उत्तर भारत के लोगों के मन में तुलसी रामायण. भारत के घर घर में रामायण की पूजा. इस प्रकार हमारे देश में हमारे नाട്ടിൽ അതുപോലെ തന്നെയാണ്. ഇവിടെ രാമായണ മാസാചരണം, പക്ഷാചരണം, രാമായണ പാരായണം നടക്കുന്നു അമ്പലങ്ങളിലും കണ്ടിട്ട്. ഏത് രാമായണമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്? വാൽമീകി രാമായണമാണോ? മൂലരാമായണം വാൽമീകി രാമായണമാണ്. അത് സംസ്കൃത ഭാഷ. തുഞ്ചത്ത് രാമായണത്തിന് എഴുത്തച്ഛൻ പട്ടിരുപത്തിന്റെ രാമായണമാണ് നാം ഇവിടെ പാടുന്നത്. എന്താണ് കാരണം? അത് നമുക്ക് മനസ്സിലാവും. പാരായണം ചെയ്യുന്നവരക്കും അർത്ഥം പറഞ്ഞ് പാരായണം ചെയ്യാൻ കേൾക്കുന്നവരക്കും മനസ്സിലാകും, ഹൃദയത്തിൽ തട്ടണം. വാൽമീകി രാമായണം ആണ് പാരായണം ചെയ്യുന്നതെങ്കിൽ തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്നതിനുമില്ല, കേട്ടാൽ ആർക്കൊട്ട് മനസ്സിലാവുകയുമില്ല. പിന്നെ എന്തിനാ പാരായണം? ഇതേ സ്ഥിതിയാണ് വടക്കേ ഇന്ത്യയിൽ തുളസീദാസിന്റെ രാമചരിതമാനസത്തിലുള്ള അവിടെ ഈ ആദി രാമായണത്തെ കുറിച്ച് ആ പറയും. പക്ഷെ രാമകഥ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ അല്പ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അത് പറയും.
सा भरे हुआ है दोनों नदियों रामचंद्र मानस और बोले रामायण में कौन सा फर्क है? What is the difference between रामायण and रामचंद्र मानस? apa രണ്ട് കൃതിയിലും സർഗങ്ങളും തുല്യമാണ്. എത്ര സർഗമുണ്ട് രാമായണത്തിന്? रामायण कितने शब्द होते हैं? कोई कह सकता है? कोई कह सकता है? कितने शब्द? सात शब्द. शब्द से क्या मतलब है? चैप्टर, अध्याय, पर्व. ओरो शब्द बंधु महाकाव्य उच्चते तस्य लक्षणं महाकाव्य लक्षणं. बात कोई बात है. ये ഘടകങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിന് വന്നു ബാലകാണ്ഡം ഏതൊക്കെയാണ്? 7 വാക്ക്. ബാലകാണ്ഡം, അയോധ്യകാണ്ഡം, അരണ്യകാണ്ഡം, സുന്ദരകാണ്ഡം. പ്രധാനപ്പെട്ടത് റൂളിംഗ് ലാംഗ്വേജ് അല്ലേ? അല്ല, നാഷണൽ ലാംഗ്വേജ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് കവിയെ കുറിച്ച് കവിയുടെ ആ ഭാവന മനസ്സിലാക്കാം. മോഹൻലാൽ ചന്ദ്രകേതിയുടെ ഭൂലോകക്കാണല്ല पुष्पकीय अभिलाष. पुष्पकीय अभिलाष पढ़ा है? कौन सुना सकते हैं? चाहने ही मई सुरबाला के गहनों मई गुंधा जाओ. चाहने ही प्रेमी माला में बिंद प्यारी कोड़ेगा चमकस. चाहने ही मई सुरबाला के गहनों में. सुरबाला के गहनों में अതാണ് പോയിന്റ്. എവിടെ ഞാനാകുന്ന പോവ് ദേവസ്ത്രീയുടെ ഗഹനാംശം മുതലുകയായ ആഭരണത്തിൽ ആരെങ്കിലും പൂവിക്കുമോ? അവർക്ക് പോയിക്കാറുണ്ടോ? അപ്പൊ എന്താണ് കുട്ടിയെ പറഞ്ഞു കൊടുക്കേണ്ടത്? ആഭരണത്തിൽ ആരും പൂവയ്ക്കത്തില്ല. അവിടെയാണ് കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകൻ തയ്യാറാണ്. ആരും ആഭരണത്തിൽ പൂവയ്ക്കില്ല. പിന്നെ ജ്യോതിഷമാണ് നിറച്ചു നിൽക്കുന്നത്. സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കാനല്ല. ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കുതിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ അമർന്നവർ ഇല്ലാതാകുമ്പോൾ, സ്വന്തം അസ്തിത്വം നശിക്കുമ്പോൾ, ആരാധന സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കൈയിലാക്കുമ്പോൾ ആകപ്പാട് ഒരു സാമൂഹ്യ അസമത്വവും അതൃപ്തിയും ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ സുഖഭോഗങ്ങളിലോ അവർ ബ്രിട്ടീഷുകാർ വച്ചു നിൽക്കുന്ന സുഖ സൗകര്യങ്ങളിലോ ഉദ്യോഗങ്ങളിലോ കണ്ണു മഞ്ഞൊലിച്ചു പോകാതെ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സ്വയം അർപ്പിച്ചു കൊടുക്കണം. അതാണ് അന്ന് കളക്ടറായിട്ട് കയറുന്നവർ കളക്ടറാവും. ഒത്തിരി അവകാശങ്ങളുണ്ട്. സർക്കാരിന് സർവഭൂതാനമായി തന്നെ കർണായകത നിർമ്മമവും നിരഹങ്കാര സർവദുഃഖ സുരക്ഷയും ഭഗവത്ഗീതയാണ്. എന്തായിരിക്കണം? അദ്വേഷ്ട സർവഭൂതാനി. ആരോടും ദേഷ്യം നമുക്ക് ദേഷ്യം കാറ്റോടും ദേഷ്യം, ചിലർക്ക് കാറ്റിനോടും ദേഷ്യം. എന്തൊരു കാറ്റ നരഹ കാറ്റിയെ പോകും ദേഷ്യം, വെറുപ്പ്. അദ്വേഷ്ട ഭഗവാൻ യോതി കൊടുക്കുന്നു. അദ്വേഷ്ട സർവഭൂതാന മൈത്രി. എല്ലാത്തിനോടും മൈത്രി. ഞാനെന്തും രണ്ടല്ല, അദ്വൈതമാണ് വരുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, മനുഷ്യരെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ല, ഉലകമെന്നോ പറവയെന്നോ വ്യത്യാസമില്ല. സർവഭൂതാന മൈത്രി. എന്താണ് അതിന് കാരണം? സാബ് ഈശ്വര പീസ് സർക്കാർ देते हैं सब ईश्वर के संतान हैं, ईश्वर की संतानें हैं. എല്ലാത്തിനും സൃഷ്ടിച്ചത് അപ്പൊ നമ്മളെല്ലാവരും ആരാണ്? സഹോദരന്മാർ. എല്ലാ ജീവജാല മനുഷ്യരുമായിട്ട് പറയുന്നത് ഒന്നായി. പക്ഷെ എന്ത് ചെയ്യാം? കാരണം എല്ലാവർക്കും ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഈ കോറിഡോർ വഴി താഴേക്ക് പോകണം. ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ചെല്ലുക. സുഗമ ഹിന്ദി സെക്ഷന്റെ നടയിലാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഫുഡ് പ്ലേറ്റിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കഴിക്കാം. ഈ കോറിഡോർ വഴി താഴേക്ക് പോകണം.
അടുത്ത സെഷൻ മാക്സിമം 1:40 ആരംഭിക്കും.